നമസ്കാരം. കെ.എസ്. കിസാമറുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചിരട്ടയ്ക്ക് നല്ല ഡിമാൻഡ് വന്നിരിക്കുകയാണ്. സ്വർണത്തിന് വില കൂടിയതോടുകൂടി ചിരട്ടയ്ക്കും നല്ല ഡിമാൻഡ് വന്നിരിക്കുകയാണ്. കാരണം സ്വർണത്തിന് വില ഉയരുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ചിരട്ടയുടെ വില. നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസങ്ങളിലും ചിരട്ടയുണ്ടോ എന്ന് ചോദിച്ച് ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഒരു കൊട്ടയ്ക്ക് 30 രൂപ അല്ല അതിൽ താഴെ പൈസയ്ക്കാണ് എടുക്കുന്നത്. എന്നാൽ സ്ത്രീകൾ വില അറിയത്തില്ലാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് പെറുക്കി കൊടുക്കുകയും അവർ പലപ്പോഴും വില അറിയത്തില്ലാതെ ഇരിക്കുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാർ അവർ പഴകിയതും ദ്രവിച്ചതുമായ ചിരട്ടകളായിക്കോട്ടെ, എന്ത് തരം ചിരട്ടയാണെങ്കിൽ പോലും അവർ എടുക്കുന്നുണ്ട്. കാരണം ഡിമാൻഡ് അതുപോലെ ചിരട്ടയ്ക്ക് വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് ചിരട്ടയുടെ ഡിമാൻഡ് പോവുകയും നമ്മൾ ഈ ചിരട്ട എന്ത് ചെയ്യണം എന്ന് തന്നെ അറിയത്തില്ലാതെ പറമ്പുകളിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തിരുന്നു. എന്നാൽ മുൻകാലങ്ങളിലൊക്കെ അടുപ്പിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിരട്ടയ്ക്ക് നമുക്ക് ഉപയോഗം ഉണ്ടായിരുന്നു. മാത്രമല്ല വീടുകളിൽ ഒരു കാലത്ത് തേപ്പ് പെട്ടിയിൽ ചിരട്ടയിട്ട് നമ്മൾ തുണി തേക്കാറുണ്ടായിരുന്നു. എന്നാൽ അതും നമുക്ക് ഇല്ലാതായിരിക്കുകയാണ്. കാരണം കറണ്ടിൻ്റെ തേപ്പ് പെട്ടി വന്നതോടുകൂടി നമുക്ക് അതിൻ്റെ ഉപയോഗം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ചിരട്ട എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏതോ രീതിയിൽ പുറമേ നിന്നും നല്ലൊരു ഡിമാൻഡ് വന്നിരിക്കുകയാണ്. ഇവർ ഈ ചിരട്ടകൾ പുറം നാടുകളിലേക്ക് കരിയായിട്ട് കയറ്റി വിടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാർ കുറ്റ്യാടിയിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഈ കുറ്റ്യാടിയിൽ നല്ല തെങ്ങിൻ്റെ നാടാണ് പോലും അവിടെയും ചിരട്ടയ്ക്ക് ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ വീടുകളിൽ നമ്മുടെ പാചകത്തിന് ഉപയോഗിക്കുന്ന ചിരട്ടകൾ വെളിയിലേക്ക് എറിഞ്ഞ് കളയാതെ നമ്മൾ സ്ത്രീകൾ അത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കായാലും ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ അവർക്ക് സ്വന്തമായിട്ട് ഒരു പൈസ നമുക്ക് ഇതുവഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ അല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഈ ചിരട്ടകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ കത്തിച്ച് കളയുന്ന ചിരട്ടയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ദൂരെ കളയുന്ന ചിരട്ടയ്ക്ക് ഒരു പൈസയും ഡിമാൻഡും വന്നപ്പം നമ്മൾ മാത്രമല്ല 1 രൂപ എന്ന് പറയുന്ന ഒരു നിശ്ചയ പൈസ, ഒരു കൃത്യമായ ഒരു പൈസ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഇത് കൊടുക്കാനും സാധിക്കും. മാത്രമല്ല കൊട്ടയ്ക്കൊക്കെ അളന്നെടുക്കുക അല്ലെങ്കിൽ തൂക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് തൂക്കം അറിയാനൊക്കെ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ഇവർ വന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ചെറുതും വലുതുമായ ചേട്ടകൾ എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ വണ്ടിയിൽ കാണുന്നത് നമ്മുടെ ചേട്ടകൾ അവർ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പം അവിടെ ഇവിടെ കിടന്ന അട്ട് പോയ ചേട്ടകൾക്ക് ഇപ്പോൾ എനിക്ക് 300 രൂപ കിട്ടിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.